ഇടുക്കിയുടെ ലോലപ്രകൃതിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭൗമശാസ്ത്രജ്ഞർ പലകുറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2009 ഓഗസ്റ്റിൽ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് തയ്യാറാക്കി സർക്കാരിന് കൈമാറിയിരുന്നു. ഇതനുസരിച്ച് ഇടുക്കിയിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഏറെ സാധ്യതയുള്ള 388 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമുണ്ട്. കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായ ചീയപ്പാറ ഉൾപ്പെടുന്ന ദേവികുളം താലൂക്കിലെ 178 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഉരുൾപൊട്ടലിന് സാധ്യതയേറെ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ ജലശേഖരം കുറയ്ക്കുന്ന ചാലുകൾ നശിപ്പിക്കാതെ പരിപാലിക്കണം. വെള്ളച്ചാലുകൾ തടസ്സപ്പെടുത്തി ചെരുവുകളെ ദുർബലപ്പെടുത്തി റോഡോ കെട്ടിടങ്ങളോ നിർമ്മിക്കുമ്പോൾ പാറമടക്കുകളിലും മണ്ണിലും ഡാമിലെന്ന പോലെ വെള്ളം ശേഖരിക്കപ്പെടുകയും സമ്മർദ്ദം താങ്ങാതെ ഉരുൾപൊട്ടുകയും ചെയ്യും. റോഡിന്റെ വശത്ത് 4 മീറ്ററിലേറെ ഉയർന്ന പ്രദേശമുണ്ടെങ്കിൽ അവിടം തട്ടുകളായി തിരിക്കണമെന്ന് ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ചൂണ്ടിക്കാട്ടി. ഈ റോഡിന്റെ സൈഡ് കട്ടിങ്ങുകൾ സാധാരണ രീതിയിൽ ഒരു 4 മീറ്ററിലധികം ഉയരമുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു ദൈർഘ്യമുള്ള ചരിഞ്ഞ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. മോൾ ഭാഗത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ മർദ്ദം ഈ ചരിവിന് ബാധിക്കുന്നതാണ്. കൂടാതെ ഈ പ്രദേശത്ത് ബലഹീനമായ മണ്ണാണ് ഉള്ളത്. കനം കുറവാണെങ്കിലും പാറയുടെ മുകളിലുള്ള ഈ ബലഹീനമായ മണ്ണിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചീയപ്പാറ ഉൾപ്പെടുന്ന മലയുടെ മറുഭാഗത്ത് പഴമ്പള്ളിച്ചാൽ, കമ്പിലയിൻ, ഒഴുകുതടം, വാഴറ എന്നിവിടങ്ങളിൽ 1997 ജൂലൈ 22-നുണ്ടായ ഉരുൾപൊട്ടലിൽ 18 പേർ മരിച്ചിരുന്നു. അന്നു തന്നെ ഈ മേഖലയിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നതിന് ചീയപ്പാറ മുതൽ വാഴർ വരെയുള്ള അപകടം പതിയിരിക്കുന്ന പാതയും ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും തന്നെ തെളിവ്. പ്രശാന്ത് ആർ നായർ, കൊച്ചി, ഇന്ത്യ വിഷൻ.